കഥയെ ആരംഭിക്കുന്നത് യെങ്ങുങ് എന്ന ഒരു യുവാവിനെ പരിചയപ്പെടുത്തിക്കൊണ്ടാണ്. സൗത്ത് കൊറിയയിലെ ഏറെ സമ്പന്നനായ ഒരു ബിസിനസ് മാഗ്നറ്റിന്റെ മകനായിരുന്നു അവൻ. ഏതെങ്കിലും ഒരു കാലത്ത് അച്ഛന്റെ ആ കമ്പനി അവൻ ഏറ്റെടുത്തു നടത്തും എന്നവനൊഴികെ മറ്റുള്ള എല്ലാവരും വിശ്വസിച്ചിരുന്നു. പക്ഷേ യെങ്ങിന് അത്തരത്തിലൊരു ചിന്തയുണ്ടായിരുന്നില്ല. അവൻ ആഗ്രഹിച്ചത് മുഴുവൻ മ്യൂസിക്കുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നായിരുന്നു. മ്യൂസിക്കിൽ അവനൊരുപാട് താല്പര്യമാണുള്ളത്. അതുകൊണ്ട് തന്നെ വീട്ടിൽ തുടരാൻ പറ്റാതായ ഒരു സാഹചര്യത്തിൽ തന്റെ ബാഗൊക്കെ പാക്ക് ചെയ്ത് അവൻ ജപ്പാനിലെ ടോക്കിയോ നഗരത്തിലേക്ക് യാത്ര തിരിച്ചു. ഒരു മ്യൂസീഷ്യനാവാൻ ആഗ്രഹിച്ചായിരുന്നു അവന്റെ ആ യാത്രയെങ്കിലും ജീവിതം അവനെ മറ്റൊരു വഴിയിലേക്ക് തിരിച്ചുവിടുകയായിരുന്നു ചെയ്തത്. ജീവിക്കാൻ അവിടെ പണം തന്നെ വേണമല്ലോ. ഒടുവിൽ അവൻ അവിടുത്തെ ഒരു കമ്പനിയിൽ സെയിൽസ് റെപ്രസെന്റേറ്റീവായി ജോലി നോക്കാൻ ആരംഭിച്ചു. അതും ഫുഡ് പ്രൊഡക്റ്റ് വിൽക്കുന്ന കമ്പനിയിൽ. അതവന്റെ സ്വപ്നമൊന്നുമായിരുന്നില്ല. പക്ഷേ ബില്ലുകൾ അടയ്ക്കാൻ ജോലി കൂടിയേ തീരൂ. ഒരു ദിവസം അവന്റെ ബോസ് അവനെ വിളിച്ചു. അവനോടായി പറഞ്ഞു, കമ്പനി ഇപ്പോ കുറച്ച് നഷ്ടത്തിലാണ്. നിന്റെ കോൺട്രാക്ട് പുതുക്കാനോ തുടർന്ന് ജോലി നൽകാനോ സാധിക്കില്ല. അതുകൊണ്ട് നീ റിസൈൻ ചെയ്യേണ്ടി വരും. അന്ന് ആ വിവരം കേട്ട് അവനാകെ വല്ലാതായി പോയിരുന്നു. ദുഃഖത്തോടെയാണ് അവൻ തന്റെ ഗേൾഫ്രണ്ടിന്റെ അപ്പാർട്ട്മെന്റിലേക്ക് ചെന്നത്. അവളിൽ നിന്ന് ആശ്വസിപ്പിക്കുന്ന വാക്കുകളും കംഫോർട്ടുമൊക്കെ ലഭിക്കും എന്നവൻ ചിന്തിച്ചിരുന്നു. പക്ഷെ അവിടെ എത്തിയപ്പോഴോ അതിലും വലിയ ദുഃഖിപ്പിക്കുന്ന കാര്യമായിരുന്നു അവൻ കൺമുമ്പിൽ കണ്ടത്. അവന്റെ ഗേൾഫ്രണ്ട് മറ്റൊരു വ്യക്തിക്കൊപ്പം സന്തോഷത്തോടെ സമയം ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നു. അവനേക്കാൾ സ്റ്റേബിൾ ഇൻകമുള്ള സമ്പത്തുള്ള ഒരുത്തനെ ഗേൾഫ്രണ്ട് തിരഞ്ഞെടുത്തിരിക്കുന്നു. കൃത്യമായി പറഞ്ഞാൽ ഗേൾഫ്രണ്ട് അവനെ ചതിച്ചിരിക്കുന്നു. ജോലി നഷ്ടപ്പെട്ട ഹൃദയം തകർന്ന അവൻ അവിടെ നിന്ന് പുറത്തു കടന്നു. തന്റെ അമ്മയുമായി കോണ്ടാക്ട് ചെയ്തു. അമ്മ ഇപ്പോഴും സോൾ നഗരത്തിലാണുള്ളത്. അച്ഛന്റെ കമ്പനി ഒരു പിന്തുടർച്ചാവകാശിയെ തേടിക്കൊണ്ടിരിക്കുകയാണ്. മകൻ തിരികെ വരും എന്ന അമ്മ ആ സമയം പ്രതീക്ഷിക്കുന്നുണ്ടായിരുന്നു. യെങ്ങിന്റെ അച്ഛനോട് അവനോട് സംസാരിക്കാൻ അമ്മ പറഞ്ഞെങ്കിലും അച്ഛനത് ചെവികൊണ്ടില്ല. യെങ്ങാകട്ടെ അത്രയും വലിയ ഉത്തരവാദിത്വം എടുത്ത് തലയിൽ വെക്കാനും തയ്യാറായിരുന്നേയില്ല. അടുത്ത ദിവസം യെങ് പുറത്തിറങ്ങിയ സമയത്ത് അവന്റെ കമ്പനിയിൽ നിന്നൊരു കോൾ വന്നു. കമ്പനിക്കെതിരെ കേസ് വന്നിരിക്കുകയാണ്. അവര് ഫേക്ക് ഫുഡ് പ്രൊഡക്റ്റ് ആണ് വിറ്റിരിക്കുന്നത് എന്ന തരത്തിലാണ് കേസ് വന്നിരിക്കുന്നത്. അതോടെ കമ്പനി ബാങ്ക്രപ്റ്റുമായി. ഒക്കിനാവ എന്ന് പറയുന്ന ഒരു നഗരത്തിൽ ജോലിക്കായി എത്തിയതായിരുന്നു അവനപ്പോൾ. പ്രശ്നങ്ങൾ കെട്ടടങ്ങുന്നവരെ ടോക്കിയോയിലേക്ക് തിരികെ എത്തിയേക്കരുത് എന്നുള്ള നിർദ്ദേശം കേട്ടതും അവനൊന്ന് പാനിക്കായി. എന്തു ചെയ്യും എന്നൊരു പിടിയും കിട്ടുന്നില്ല. ദുഃഖത്തോടെ അവൻ അവിടുത്തെ ഒരു ബെഞ്ചിൽ ചെന്നിരുന്നു. കാര്യം അത്രയൊക്കെ സംഭവിച്ചെങ്കിലും തന്റെ ഗേൾഫ്രണ്ട് തന്നിലേക്ക് തിരികെ എത്തും എന്ന് പോലും അവനപ്പോ വെറുതെ പ്രതീക്ഷിക്കുന്നുണ്ടായിരുന്നു. ദേഷ്യത്തിൽ കൊറിയനിൽ അലറി വിളിച്ച് നിയന്ത്രണം വെട്ടിയവൻ ഒരു ഘട്ടത്തിൽ തന്റെ ഫോൺ വലിച്ചെറിഞ്ഞു. അതുവഴി സഞ്ചരിക്കുകയായിരുന്ന ഒരു കപ്പിൾ അവന്റെ ആ അലർച്ചയും മറ്റും കേട്ടിരുന്നു. കവാമോട്ടോ എന്നും സയൂരി എന്നുമായിരുന്നു അവരുടെ പേരുകൾ. അവർ യെങ്ങിന്റെ അടുത്തെത്തി. ചെടികൾക്കിടയിലേക്ക് വീണ അവന്റെ ഫോൺ എടുത്തു നൽകി. അവരിരുവരും ചേർന്ന് അവിടെ ചെറിയൊരു ഫോറിൻ ലാംഗ്വേജ് സ്കൂൾ നടത്തുകയാണ്. പിന്നാലെ അവനെ ആശ്വസിപ്പിച്ച് ഭക്ഷണം കഴിക്കാൻ അവർ ക്ഷണിച്ചു കൂട്ടിക്കൊണ്ടുപോയി. യങ് മനസ്സിലാക്കിയാലും ഇല്ലെങ്കിലും അവിടം മുതലേ അവന്റെ ജീവിതം മാറിത്തുടങ്ങുകയായിരുന്നു. അവരുമായി സംസാരിച്ചപ്പോ എല്ലാ പ്രശ്നങ്ങളും യങ് തുറന്നു പറഞ്ഞു. എല്ലാം കേട്ടപ്പോ അവർക്ക് യങ്ങിനോട് സിമ്പതി തോന്നി. വിധിയെല്ലാം കൂട്ടിമുട്ടിക്കുന്ന പോലെ അന്നായിരുന്നു അവരുടെ സ്ഥാപനത്തിലെ കൊറിയൻ ടീച്ചർ ഒരു മുന്നറിയിപ്പുമില്ലാതെ രാജിവെച്ചു പോയത്. കൊറിയൻ സംസാരിക്കുന്ന കൊറിയക്കാരനായിട്ടുള്ള വ്യക്തി കൊറിയൻ പഠിപ്പിക്കാൻ അതിലും മികച്ചത് ആരാണുള്ളത്? അവനാ ജോലി അവർ വാഗ്ദാനം ചെയ്തു. അന്ന് മദ്യപിച്ച് അപ്പോഴത്തെ ഒരു ആവേശത്തിൽ അവനതിന് ഓക്കെ പറഞ്ഞു. അവന് തങ്ങുവാനുള്ള സ്ഥലവും എല്ലാം തയ്യാറാക്കി കൊടുത്തത് ആ കപ്പിളായിരുന്നു. പക്ഷേ പിറ്റേന്നുണർന്ന് കെട്ടൊക്കെ ഇറങ്ങിയപ്പോഴാണ് താൻ വാക്കുകൊടുത്തതിനെ പറ്റിയൊക്കെയുള്ള ബോധ്യം അവന് വരുന്നത്. പെട്ടെന്ന് അവനൊന്ന് വല്ലാതായി. ഒരിക്കലും ഒരു ടീച്ചറാവാനൊന്നും അവൻ ആഗ്രഹിച്ചിരുന്നില്ല. പുലർച്ചെ കവാമോട്ടോ വിളിക്കാൻ എത്തിയപ്പോഴും ആ ജോലിയിൽ നിന്ന് ഒഴിവാകാൻ അവനൊന്ന് ശ്രമിച്ചു നോക്കിയിരുന്നു. പക്ഷേ സ്കൂള് പൂട്ടലിന്റെ വക്കിലാണ്. നിലവിലൊരു കൊറിയൻ ടീച്ചറെ കിട്ടിയില്ലെങ്കിൽ അവർ കഷ്ടപ്പെടും. മുമ്പിൽ മറ്റു വഴികളില്ല. എങ്ങനും വേറെ ജോലിയൊന്നുമില്ല. മനസ്സില്ലാ മനസ്സോടെ ജോലി ഏറ്റെടുക്കാൻ അവൻ സമ്മതിച്ചു. അങ്ങനെ അധ്യാപകനായി അവൻ തന്റെ ക്ലാസ് റൂമിലേക്ക് എത്തി. വല്ലാതെ നെർവസ് ആയിട്ടാണ് അവന്റെ വരവ്. ക്ലാസ്സിലുള്ളതാകട്ടെ എല്ലാം മുതിർന്നവരാണ്. കൊറിയൻ പഠിക്കാൻ എത്തിയിരിക്കുന്നവർ. പലരും ജോലിയുടെ ആവശ്യത്തിനും മറ്റുമൊക്കെയായിട്ടാണ് കൊറിയൻ പഠിക്കാൻ വന്നിരിക്കുന്നത്. ഒരു തരത്തിൽ അവൻ ക്ലാസ് എടുത്തു തുടങ്ങി. പക്ഷെ അപ്പോഴാണ് ഒരു വിദ്യാർത്ഥി വലിയ രീതിയിൽ അവനെ തുറച്ചു നോക്കുന്നത് അവൻ ശ്രദ്ധിച്ചത്. അവന് വല്ലാത്തൊരു ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടു. അവളുടെ പേര് സക്കൂറ എന്നായിരുന്നു. ആ ക്ലാസ് മുറിയിൽ തന്നെ ഏറ്റവും സിൻസിയറായി പഠിക്കണമെന്ന ആഗ്രഹത്തിൽ വന്നിരിക്കുന്നത് സക്കൂറ മാത്രമാണ്. എത്രയും പെട്ടെന്ന് അവൾക്ക് കൊറിയൻ പഠിച്ചേ പറ്റൂ. കാരണം ഒരു ടൂർ കമ്പനിയിൽ ട്രാൻസ്ലേറ്ററായി അവൾ ജോലി ഏറ്റെടുത്തിരിക്കുകയാണ്. ഇന്റർവ്യൂ ചെയ്യുന്ന സമയത്ത് നിർബന്ധിതാവസ്ഥ കൊണ്ട് കൊറിയൻ തനിക്കറിയാമെന്ന് അവൾ അങ്ങ് പറഞ്ഞുപോയിരുന്നു. ഇപ്പോ എന്തെങ്കിലും
ടാസ്ക് വരുന്നതിന് മുമ്പ് എത്രയും പെട്ടെന്ന് കൊറിയൻ പഠിച്ചെടുത്തേ പറ്റൂ. സക്കൂറയെ സംബന്ധിച്ച് ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാൻ അത് വളരെ അത്യാവശ്യമാണ്. മുത്തശ്ശിയുടെ ഒപ്പമാണ് അവൾ താമസിക്കുന്നത്. അവളുടെ അച്ഛനും അമ്മയും മരണപ്പെട്ടു. ഭർത്താവ് എവിടെയാണെന്നറിയില്ല, ഉപേക്ഷിച്ചു പോയതാണ്. ആകെയുള്ളത് ഒരു മകനാണ്. മകനെ രാവിലെ അംഗൻവാടിയിൽ കൊണ്ടുചെന്നാക്കും. പിന്നെയാണ് ജോലിക്കും പഠിക്കാനുമൊക്കെ അവൾ എത്തിച്ചേരുന്നത്. കിട്ടുന്ന ഒഴിവു സമയങ്ങളിലൊക്കെയും കൊറിയൻ പഠിക്കലാണ് അവൾ ചെയ്യുക. മെട്രോയിൽ യാത്ര ചെയ്യുമ്പോൾ പോലും കൊറിയൻ കേട്ടുപഠിച്ച് മറ്റുള്ളവരുണ്ട് എന്നത് പോലും കാര്യമാക്കാതെ ഉച്ചത്തിൽ പറഞ്ഞ് സംസാരിക്കാൻ അവൾ ശ്രമിക്കും. അതിന്റെ നാണക്കേടൊന്നും ജീവിതത്തിലെ ഉത്തരവാദിത്തങ്ങൾക്ക് മുമ്പിൽ വലുതായിട്ട് അവൾക്ക് തോന്നിയിരുന്നേയില്ല. അന്ന് ഓഫീസിലെത്തിയപ്പോ അവൾക്കൊരു ടാസ്ക് കിട്ടി. കമ്പനിയുടെ പ്രധാന എക്സിക്യൂട്ടീവുകളിൽ ഒരാൾ പുതിയൊരു വലിയ പ്രൊജക്ടിനെ പറ്റി സംസാരിക്കാൻ വേണ്ടി ഒക്കിനാവയിൽ വരുന്നുണ്ട്. അവർ കൊറിയക്കാരാണ്. സക്കൂറ ട്രാൻസ്ലേറ്റ് ചെയ്യാനും മറ്റും റെഡിയായിരിക്കണം. മറുവശത്ത് യങ്ങാകട്ടെ തന്റെ ക്ലാസുമായി കുറെയൊക്കെ അഡ്ജസ്റ്റഡ് ആയിരുന്നു. പഠിപ്പിക്കുന്നതിൽ അവൻ ആനന്ദം കണ്ടെത്താൻ ആരംഭിച്ചു. കാര്യം ക്ലാസ്സിൽ സക്കൂറയൊഴികെ മറ്റുള്ളവരാരും തന്നെ കാര്യമായി ശ്രദ്ധിക്കാറില്ലായിരുന്നു. പക്ഷേ ഒരാളെങ്കിലും ശ്രദ്ധിക്കുന്നുണ്ടല്ലോ, നല്ല രീതിയിൽ പഠിക്കാൻ ശ്രമിക്കുന്നുണ്ടല്ലോ എന്നതായിരുന്നു അവന് കിട്ടിയിരുന്ന മോട്ടിവേഷൻ. അടുത്ത ദിവസം സക്കൂറയ്ക്ക് ഒരു ടാസ്ക് കിട്ടി. ഒരു കൊറിയൻ ട്രാവൽ ഏജൻസിയിൽ നിന്നും കൊറിയൻ ലാംഗ്വേജിൽ ഒരു മെയിലുണ്ട്. അത് ട്രാൻസ്ലേറ്റ് ചെയ്യണം. സക്കൂറ തന്റെ കഴിവിന്റെ പരമാവധി നോക്കി. പക്ഷേ അവൾക്ക് അത് പൂർണ്ണമായി ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഒടുവിൽ അവൾ എങ്ങനെ അന്വേഷിച്ചിറങ്ങി. തുണിയലക്കുന്ന ഇടത്തായിരുന്നു അവനുണ്ടായിരുന്നത്. ഒരു മടിയും കൂടാതെ തിരക്കുള്ളതുകൊണ്ട് അപ്പോ തന്നെ അവൾ ആ കാര്യം അവനോട് പറഞ്ഞു. എത്രയും വേഗം തനിക്ക് കൊറിയൻ ലാംഗ്വേജിൽ ഇംപ്രൂവ് ആവണമെന്നും കഴിയുമെങ്കിൽ എക്സ്ട്രാ ലെസൺസ് തനിക്ക് തരാമോ എന്നും അവൾ ചോദിച്ചു. ഒരുപാട് പണമൊന്നും തരാനില്ലെന്നും പക്ഷേ താങ്കൾക്ക് നല്ല ഭക്ഷണം പ്രൊവൈഡ് ചെയ്യാൻ എനിക്ക് പറ്റും എന്നും അവൾ കൂട്ടിച്ചേർത്തു. യങ്ങിനും അതിന് സമ്മതമായിരുന്നു. മൊത്തത്തിൽ വിഷമിച്ചു നടക്കുന്ന യങ്ങിന് അവളുടെ കമ്പനി ആശ്വാസമായാലോ എന്ന് സ്കൂൾ പ്രിൻസിപ്പൽ കവാമോട്ടോയും ചിന്തിച്ചു. അതുകൊണ്ട് അതിന് അദ്ദേഹം പെർമിഷനും കൊടുത്തു. കാര്യം സക്കൂറയെ യങ്ങുന് ഇഷ്ടവുമായിരുന്നു. അതുകൊണ്ട് തന്നെ അവനും അതിന് സമ്മതം അറിയിച്ചിരുന്നു. അവരുടെ പ്രൈവറ്റ് ലെസൺസ് വൈകാതെ തുടങ്ങി. കൂടുതലും പ്രാക്ടീസ് സെഷൻ പോലായിരുന്നു അത് നടന്നത്. യങ്ങൊരു ടൂറിസ്റ്റിനെ പോലെ വരും, ചോദ്യങ്ങൾ ചോദിക്കും. അവനെ ഗൈഡ് ചെയ്യേണ്ടുന്ന ഉത്തരവാദിത്യം സക്കൂറക്കാണ്. സക്കൂറ ഓരോന്ന് പറയും. അതിലെ തെറ്റുകൾ യങ് കൃത്യമായി തിരുത്തി കൊടുക്കും. പതിയെയാണെങ്കിലും അവൾ ഇംപ്രൂവ് ചെയ്തു വന്നു. കൂട്ടത്തിൽ അവരുടെ അടുപ്പവും കൂടുതൽ സ്ട്രോങ് ആവുന്നുണ്ടായിരുന്നു. പഠന ഇടവേളകളിലെ ഭക്ഷണ സമയത്തുള്ള ചെറിയ സംഭാഷണങ്ങൾ ചിരിയിലേക്ക് വഴിമാറി. ഓരോ നിമിഷത്തെ സംസാരവും പുതിയ പുതിയ വാക്കുകൾ സക്കൂറയിലേക്ക് എത്തിച്ചു. പക്ഷേ കൂട്ടത്തിൽ ഇരുവർക്കുമിടയിൽ പറയാത്തതെന്തൊക്കെയോ വളർന്നു വരികയും ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെയിരിക്കെ അവർ അവിടെയുള്ള ഒരു മാർക്കറ്റിൽ പോയി. ഇരുവരും സാധനങ്ങൾ പിക്ക് ചെയ്യുന്ന കൂട്ടത്തിൽ യാദൃച്ഛികമായി ഒരേ ബനിയൻ പിക്ക് ചെയ്തു. ക്യൂട്ടായ റാബിറ്റ് ഡിസൈനുള്ള ഒരു ബനിയൻ. അവൾ കാണാതെ യങ് രഹസ്യമായി അത് വാങ്ങി. എന്നെങ്കിലും ഒരിക്കൽ ഒന്നിച്ച് കപ്പിൾ ഡ്രസ്സായി അതിടാം എന്നവൻ ചിന്തിച്ചിരുന്നു. പക്ഷെ ആ ടീഷർട്ട് അവൾക്ക് കൈമാറുന്നതിന് മുമ്പേ സക്കൂറ ധൃതിയിൽ വീട്ടിലേക്ക് പുറപ്പെട്ടു. അവളുടെ മകൻ അത്ര നേരമായും വീട്ടിലേക്ക് മടങ്ങിയെത്തിയിട്ടില്ലത്രേ. മുത്തശ്ശി വിളിച്ചിരിക്കുന്നു. മുത്തശ്ശിക്ക് പരിക്കേറ്റതുകൊണ്ട് കുട്ടിയെ തിരഞ്ഞു പോവാനും പറ്റിയിട്ടില്ല. വിവരം അറിഞ്ഞതും ഒട്ടും മടിക്കാതെ യങ് സഹായം ഓഫർ ചെയ്തു. അവൾക്കൊപ്പം വേഗത്തിൽ കുട്ടിയെ തിരയാനും ചെന്നു. ഏറ്റവും ഒടുവിൽ അവർക്ക് കുട്ടിയെ കണ്ടുകിട്ടി. തിരികെ വീട്ടിലെത്തി കുറച്ചു സമയം ഇരുന്നിട്ടായിരുന്നു യങ്ങ് മടങ്ങിയത്. എങ്ങനെ ബസ് സ്റ്റോപ്പിലാക്കാൻ സക്കൂറ കൂടെ പോയിരുന്നു. ആ പോകുന്ന വഴിയിൽ തന്റെ പാസ്റ്റ് സക്കൂറ വിവരിച്ചു. 20 വയസ്സുള്ളപ്പോഴായിരുന്നു എന്റെ വിവാഹം. മോന്റെ അച്ഛൻ അവൻ കുഞ്ഞായിരുന്നപ്പോഴേ ഞങ്ങളെ ഉപേക്ഷിച്ചങ്ങ് പോയി. അന്നു മുതൽ അദ്ദേഹത്തെ പറ്റി ഒരു വിവരവുമില്ല. ഞാൻ എന്റെ കുട്ടിയെ ഒറ്റയ്ക്കാണ് വളർത്തിക്കൊണ്ടുവരുന്നത്. എന്റെ മോൻ കേക്ക് ഇതുവരേക്കും അവന്റെ അച്ഛനെ പറ്റി ഒന്നും തന്നെ അറിയില്ല. അടുത്ത ദിവസം മുതൽ പ്ലേ സ്കൂളിൽ നിന്നും കെയെ പിക്ക് ചെയ്യുന്ന ജോലി യങ് ഏറ്റെടുത്തു. ഒരച്ഛനും മകനും പോലെ തന്നെ അവൻ കാണപ്പെട്ടിരുന്നു. കെയെ മുത്തശ്ശിയുടെ അടുത്താക്കി അവൻ മടങ്ങിപ്പോരും. ജീവിതം മൊത്തത്തിൽ താളാത്മകമായി മാറാൻ തുടങ്ങുന്നു. ദിവസങ്ങൾ കഴിയുന്തോറും യങ് കൂടുതൽ ക്രിയേറ്റീവായി ആക്റ്റീവായി മാറിക്കൊണ്ടിരുന്നു. വളരെ നാച്ചുറൽ ടീച്ചിങ് സ്റ്റൈലും അവന് കൈവന്നു. സക്കൂറിയായിരുന്നു കൂട്ടത്തിലെ ഏറ്റവും വേഗം പഠിക്കുന്ന വ്യക്തി. പ്രൈവറ്റ് ലെസൺസ് അവരുടെ റൊട്ടീന്റെ ഭാഗമായി. പക്ഷെ അവരുടെ ആ ബോണ്ടിങ് പഠിത്തത്തിനപ്പുറത്തേക്ക് വളർന്നു കഴിഞ്ഞിരുന്നു. അവരൊന്നിച്ച് പുറത്തു പോകും. കേക്കൊരു അച്ഛനെ പോലെ ഫുട്ബോളിന്റെ ബാലപാഠങ്ങളടക്കം യങ് പഠിപ്പിച്ചു കൊടുക്കും. പുറത്തുനിന്ന് നോക്കിയാൽ ചെറിയൊരു സന്തുഷ്ട കുടുംബമായി അവർ കാണപ്പെട്ടിരുന്നു.
അങ്ങനെയിരിക്കെ ഒരു ദിവസം യങ്ങിന് അമ്മയുടെ കോൾ വന്നു. എത്രയും വേഗം സോളിലേക്ക് അവൻ തിരികെ വരണം, അച്ഛനുമായും ബിസിനസ്സുമായും ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട് എന്നവർ പറഞ്ഞു. അത്രനാളും അവനോട് പറയാതിരുന്ന ആ രഹസ്യം അമ്മ വെളിപ്പെടുത്തി. അവന്റെ അച്ഛൻ രോഗബാധിതനാണ്, എത്രയും പെട്ടെന്ന് അദ്ദേഹത്തിനൊരു ഓപ്പറേഷൻ ആവശ്യമുണ്ട്. പക്ഷേ യങ്ങിന് അപ്പോൾ അത് വിശ്വസിക്കാൻ സാധിച്ചില്ല. കാരണം ഇത്രനാളും മറച്ചുവെച്ചൊരു കാര്യം തന്നെ അവർ ചതിക്കുകയായിരുന്നില്ലേ എന്നൊക്കെയായിരുന്നു അവൻ ചിന്തിച്ചത്. താനിപ്പോൾ മടങ്ങിവരില്ല എന്ന് തന്നെ യങ് പറഞ്ഞു. തന്റെ അധ്യാപന ജോലിയിൽ അവൻ കൂടുതൽ ശ്രദ്ധ പുലർത്തി. കുട്ടിക്കാലത്ത് കൊറിയൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് അവർക്ക് കിട്ടിയിരുന്ന ചില സന്തോഷങ്ങളുണ്ട്. നന്നായി പഠിക്കുന്ന കുട്ടികളുടെ പേപ്പറിൽ പരീക്ഷ കഴിയുമ്പോൾ ഒരു റാബിറ്റ് സ്റ്റാമ്പ് ഒട്ടിച്ചു കൊടുക്കും. അത്തരത്തിലുള്ള രീതികളൊക്കെ തന്റെ ക്ലാസ്സിലും യങ് നടപ്പാക്കി. കൂടുതൽ എഫോർട്ട് എടുത്ത് പഠിക്കുന്നവർക്ക് കൂടുതൽ റാബിറ്റ് സ്റ്റിക്കർ കിട്ടും. മുതിർന്നവരാണെങ്കിലും ആ വിദ്യാർത്ഥികളിലും അതിന്റെ താല്പര്യം പ്രകടമായിരുന്നു. പതിവ് പോലെ ഏറ്റവും കൂടുതൽ റാബിറ്റ് കിട്ടിയതും സക്കൂറയ്ക്കായിരുന്നു. ജീവിതം അങ്ങനെ നല്ല രീതിയിൽ ശാന്തമായി മുമ്പോട്ട് പോകുമ്പോൾ അടുത്തൊരു വെല്ലുവിളി കടന്നു വന്നു. കമ്പനിയിലെ എക്സിക്യൂട്ടീവ് ടൂർ പ്രൊജക്ടിന്റെ ഭാഗമായി ഒക്കിനാവ സന്ദർശിക്കുമെന്ന് പറഞ്ഞിരുന്നല്ലോ. അദ്ദേഹം വൈകാതെ എത്താൻ പോകുന്നു. ട്രാൻസ്ലേഷനായി പൂർണ്ണമായി തയ്യാറെടുത്തിരിക്കാൻ സക്കൂറയ്ക്ക് നിർദ്ദേശമെത്തി. സക്കൂറ ഭയന്നിരുന്നു. സക്കൂറയ്ക്ക് അപ്പോഴും തന്റെ കൊറിയൻ ലാംഗ്വേജിൽ അത്ര കോൺഫിഡൻസ് വന്നിട്ടില്ല. അവൾ ആ വിവരം യങ്ങിനോടും കവാമോട്ടോയോടും സയൂരിയോടും അറിയിച്ചു. അവർ ഒന്നിച്ചുകൂടി എന്ത് വേണമെന്ന് ഡിസ്കസ് ചെയ്യാൻ തുടങ്ങി. ഭാഗ്യവശാൽ അപ്പോഴാണ് ഒരു സഹായം അവരെ തേടി എത്തിയത്. കവാമോട്ടോയുടെ ഒരു സുഹൃത്തുണ്ട്. അദ്ദേഹത്തിന്റെ അടുക്കൽ ഒരു സ്പെഷ്യൽ കമ്മ്യൂണിക്കേഷൻ ഡിവൈസ് ഉണ്ട്. അത് വെച്ച് 200 മീറ്റർ ദൂരത്തേക്ക് സംസാരിക്കാൻ പറ്റും. ചെവിയിൽ ചെറിയൊരു ഇയർബഡ് വെച്ചാൽ മാത്രം മതി. അതുപയോഗിച്ച് സക്കൂറയ്ക്ക് വേണ്ട നിർദ്ദേശം കൊടുക്കാൻ കവാമോട്ടോ സ്വീകരിച്ചു. യങ് ദൗത്യമേറ്റെടുത്തു. മീറ്റിംഗ് നടക്കുമ്പോ ഇയർബഡ് കാണാതെ സക്കൂറ ഒളിപ്പിച്ചു വെച്ചു. ഓരോ സംഭാഷണവും കേട്ട് കൃത്യമായ പ്രൊണൗൺസിയേഷനോടെ നല്ല രീതിയിൽ ട്രാൻസ്ലേഷൻ ചെയ്യേണ്ട കാര്യങ്ങൾ യങ് അവൾക്കായി പറഞ്ഞുകൊടുത്തു. മീറ്റിംഗ് വളരെ മികച്ച രീതിയിൽ നടന്നു. എക്സിക്യൂട്ടീവ് നന്നായി ഇംപ്രസ്ഡ് ആയി. നഗരം ചുറ്റിക്കാണണമെന്നും തന്റെ കൂടെ ടൂർ ഗൈഡായി അവൾക്ക് വരാൻ പറ്റില്ലേ എന്ന് എക്സിക്യൂട്ടീവ് ചോദിച്ചു. പറ്റില്ലെന്ന് പറയാൻ അവൾക്ക് പറ്റുമായിരുന്നില്ല. പൂർണ്ണ ഉത്തരവാദിത്തത്തോടെ അവൾ ആ ജോലി ഏറ്റെടുത്തു. സഹായിക്കാൻ മറുവശത്ത് അപ്പോഴും യങ് ഉണ്ടായിരുന്നു. എക്സിക്യൂട്ടീവിനൊപ്പം നഗരം ചുറ്റുമ്പോ ആദ്യമൊക്കെ എല്ലാം ഓക്കെയായിരുന്നു. പക്ഷെ പെട്ടെന്ന് എക്സിക്യൂട്ടീവിന്റെ ഭാവമൊക്കെ മാറാൻ തുടങ്ങി. നിന്നെ കണ്ടപ്പോൾ എനിക്കെന്റെ ആദ്യ പ്രണയിനിയെ കണ്ട പോലെ തോന്നുന്നുവെന്നും ഇന്ന് രാത്രി എന്റെ കൂടെ കറങ്ങാൻ വരുന്നോ എന്നും എക്സിക്യൂട്ടീവ് അവളോട് ചോദിച്ചു. ഡിവൈസിലൂടെ ഇതൊക്കെ കേട്ടുകൊണ്ടിരുന്ന യങ് വല്ലാതെ ബുദ്ധിമുട്ടുന്നുണ്ടായിരുന്നു. അവനതൊന്നും തീരെ ഇഷ്ടപ്പെട്ടില്ല. സക്കൂറ അത് പറ്റില്ലെന്ന് പറഞ്ഞൊഴിഞ്ഞു. ഉടൻ എക്സിക്യൂട്ടീവ് തന്റെ ടാക്ടിക്സ് മാറ്റി. അങ്ങനാണെങ്കിൽ നമുക്കെന്റെ ഹോട്ടലിലേക്ക് മടങ്ങിപ്പോകാം എന്നായിരുന്നു എക്സിക്യൂട്ടീവ് പറഞ്ഞത്. അവിടെ നിന്നും എന്തോ ഡോക്യുമെന്റ്സ് എടുക്കാനുണ്ട് എന്നും അയാൾ കൂട്ടിച്ചേർത്തു. അങ്ങനെ സക്കൂറയുമായി അയാൾ തന്റെ റൂമിലേക്ക് എത്തി. തന്റെ പ്രൊഫഷണലിസം മാനിച്ച് സക്കൂറ അയാളുടെ കൂടെ ചെന്നു. അവരെ പിന്തുടർന്ന് എങ്ങും എത്തിച്ചേർന്നിരുന്നു. പക്ഷെ അയാളുടെ ഉദ്ദേശം മോശമാണെന്ന് മുറിയിലെത്തിയതും സക്കൂറയ്ക്ക് മനസ്സിലായി. അവൾ ഒഴിഞ്ഞുമാറാൻ നോക്കിയെങ്കിലും അയാൾ ബലം പ്രയോഗിക്കാൻ തുടങ്ങിയിരുന്നു. നേരെ കടന്നു ചെല്ലാൻ എങ്ങനെ സാധിക്കില്ല. ഒരു തരത്തിൽ അവരുടെ മുറിയുടെ ബാൽക്കണിയിലേക്ക് എത്തിച്ചേർന്ന യങ് അവിടെ ഡാൻസ് ഒക്കെ ചെയ്ത് അയാളുടെ ശ്രദ്ധ തിരിക്കാൻ ശ്രമിച്ചു. ഈ അവസരം മുതലെടുത്ത സക്കൂറ അയാളുടെ തലയ്ക്ക് കയ്യിൽ കിട്ടിയത് എടുത്തടിച്ച് അവിടെ നിന്ന് ഇറങ്ങിപ്പോന്നു. അടുത്ത ദിവസം സക്കൂറ ഓഫീസിലെത്തി. സൂപ്പർവൈസർ അവളെ കാണാൻ വന്നു. തലേ ദിവസം നടന്ന കാര്യങ്ങൾക്ക് തന്റെ ജോലി പോയിട്ടുണ്ടാകും എന്നൊക്കെയായിരുന്നു സക്കൂറ ചിന്തിച്ചത്. ബിസിനസ് ഡീൽ പരാജിതമായി എന്ന കാര്യം ഉറപ്പായിരുന്നു. പക്ഷേ ആ സൂപ്പർവൈസർ സക്കൂറയുടെ എഫോർട്സിനെ അഭിനന്ദിച്ചു. അവളുടെ ഡെഡിക്കേഷൻ എടുത്തു പറഞ്ഞു. പിന്നാലെ ഇന്ത്യനായിരുന്ന അവളെ ഇതോടുകൂടി സ്ഥിരപ്പെടുത്തുന്നതായും പ്രഖ്യാപിച്ചു. അവൾക്കുണ്ടായിരുന്ന പേടി ആശ്വാസത്തിലേക്ക് വഴിമാറുകയായിരുന്നു. അന്ന് രാത്രി അതുകൊണ്ട് തന്നെ അവളൊരു സെലിബ്രേഷൻ സംഘടിപ്പിച്ചു. സ്കൂളിലെ എല്ലാവരും ഒന്നിച്ച് അവളുടെ ആ ജോലി കിട്ടിയ സന്തോഷം അവൾ സെലിബ്രേറ്റ് ചെയ്തു. സെലിബ്രേഷനൊക്കെ കഴിഞ്ഞ് അന്ന് അവളെ വീട്ടിൽ ഡ്രോപ്പ് ചെയ്യാൻ യങ് കൂടെ ചെന്നിരുന്നു. വീട്ടിലേക്ക് അവൾ കയറുന്നതിന്റെ തൊട്ടു മുമ്പ് അവളെ പിടിച്ചു നിർത്തി തന്റെ മനസ്സിലുള്ളത് പറയാൻ യങ് തീരുമാനിച്ചു. ജീവിതം ഇപ്പോൾ നല്ല നിലയിലെത്തി, സ്റ്റേബിളായി. ഇനിയും പഴയ പോലെ നമുക്ക് കാണാനും മുമ്പോട്ട് ഒന്നിച്ച് സഞ്ചരിക്കാനും സാധിക്കുമോ എന്നായിരുന്നു അവന്റെ ചോദ്യം. അവൾ സന്തോഷത്തോടെ പറ്റുമെന്ന് പറഞ്ഞ് അവന് കൈകൊടുത്തു. ഇരുവരും സന്തോഷത്തോടെ അടുത്തടുത്ത് വന്നു. അവർക്കിടയിൽ ഒരു ഇന്റിമേറ്റ് നിമിഷം ഉടലെടുക്കാൻ പോവുകയായിരുന്നു. ഒരു ചുംബനം സംഭവിക്കാൻ പോകുന്നു. പക്ഷെ പെട്ടെന്നാണ് അത് സംഭവിച്ചത്. സക്കൂറയുടെ മുത്തശ്ശി അങ്ങോട്ടേക്ക് ഓടി വന്നു. ഒരാളതെ നിന്നെ അന്വേഷിച്ചു വന്നിരിക്കുന്നു എന്നവർ പറഞ്ഞു. സക്കൂറ പെട്ടെന്ന് തിരിഞ്ഞു നോക്കി. അവിടെ എത്തിയിരുന്നത് അവളെ ഉപേക്ഷിച്ചു പോയ അവളുടെ മുൻഭർത്താവായിരുന്നു. സഗ്ഗായുച്ചി എന്നായിരുന്നു അയാളുടെ പേര്. അവളുടെ മുമ്പിൽ മുട്ടുകുത്തി അയാൾ അവളോട് മാപ്പപേക്ഷിച്ചു. പിന്നാലെ എഴുന്നേറ്റ് അവളെ കെട്ടിപ്പിടിച്ചു. അതൊക്കെ മുമ്പിൽ നിന്ന് കാണുന്നുണ്ടായിരുന്ന യങ് വല്ലാതെ
വേദനിക്കുന്നുണ്ടായിരുന്നു. അവന്റെ ഹൃദയം തകർന്നുപോയി. പ്രതീക്ഷകളുടെ മഴവിൽ ഞൊടിയിടയിൽ മാഞ്ഞുപോയിരിക്കുന്നു. ദുഃഖഭാരം അവന്റെ നെഞ്ചിൽ തളം കെട്ടി. അടുത്ത ദിവസം സ്കൂളിലെത്തിയപ്പോ കവാമോട്ടോയും സയൂരിയും സംസാരിക്കുന്നതും മറ്റും അവൻ കേട്ടു. സക്കാഗുച്ചി വർഷങ്ങൾക്ക് മുമ്പ് കടക്കിണി കാരണം മൂടിപ്പോയതാണ്. മാപ്പ് ചോദിച്ചവൻ തിരികെ വന്നല്ലോ. മിക്കവാറും മോനെ ഓർത്ത് അവൾ അവനെ സ്വീകരിക്കേണ്ടതാണ്. അതിപ്പോ ഒറ്റയ്ക്കൊരമ്മ ഒരു കുട്ടിയെ വളർത്തുമ്പോ അങ്ങോട്ടേക്ക് അച്ഛൻ വന്ന ആ കഥ ഏറെക്കുറെ അവസാനിച്ച പോലാണ് കവാമോട്ടോ എടുത്തു പറഞ്ഞു. എങ്ങനെ ഇതൊക്കെ കേട്ടിരിക്കാനേ സാധിച്ചുള്ളൂ. അവനൊന്നും ചെയ്യാൻ പറ്റുമായിരുന്നില്ല. ആ വേദനയുമായി അവൻ താതാത്മ്യത്തിലെത്തുന്നതിനു മുമ്പേ അവനെ തേടി അമ്മയുടെ കോള് വന്നു. നാട്ടിൽ അച്ഛന് സുഖമില്ലാതായിരിക്കുന്നു. ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണ്. എത്രയും വേഗം ശസ്ത്രക്രിയ ചെയ്യണം. ഒട്ടും മടിക്കാതെ യങ് കൊറിയയിലേക്ക് പുറപ്പെട്ടു. അച്ഛന്റെ അരികിലെത്തി. തന്റെ അച്ഛനെ അവശതയിൽ അങ്ങനെ കണ്ട് എങ്ങനെ വല്ലാത്ത ദുഃഖം തോന്നിയിരുന്നു. യങ് പ്രഷറാവാതിരിക്കാൻ, വേദനിക്കാതിരിക്കാൻ അച്ഛൻ അത്രനാളും അച്ഛന്റെ രോഗം മറച്ചുവെച്ചതാണ്. യങ്ങിന്റെ സ്വാതന്ത്ര്യവും അവന്റെ തിരഞ്ഞെടുപ്പുകളും അവന്റെ അച്ഛൻ അതിനോടകം അംഗീകരിച്ചു കഴിഞ്ഞിരുന്നു. വീട്ടിൽ തിരികെയെത്തി യങ് ഓരോന്നും എടുത്തു നോക്കി. അച്ഛന്റെയും അവന്റെയും പഴയൊരു ഫോട്ടോ അവന് കിട്ടി. ഓർമ്മകൾ അവനെ ചെറുതായെങ്കിലും കുറ്റബോധത്തിലേക്ക് തള്ളിയിട്ടു. അച്ഛനും അവനും തമ്മിൽ രൂപപ്പെട്ടിരുന്ന വർഷങ്ങളുടെ ആ അന്തരം പതിയെ പതിയെ ഇല്ലാതാവുന്നതായി അവൻ അനുഭവപ്പെട്ടു. ഒടുവിൽ മുന്നിട്ട് വരാനും കമ്പനിയുടെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് അച്ഛന്റെ ആഗ്രഹം പോലെ കമ്പനിയെ മുന്നോട്ട് നയിക്കാനും യങ് തീരുമാനിച്ചു. 3 കൊല്ലക്കാലം അങ്ങനെ കടന്നുപോയി. ഈ 3 കൊല്ലക്കാലത്തിൽ സക്കോറയെ പറ്റി അവൻ പലപ്പോഴും ഓർത്തിരുന്നു. പക്ഷേ അവളെ കോണ്ടാക്ട് ചെയ്യാനൊന്നും അവൻ ശ്രമിച്ചില്ല. ഒരിക്കൽ അവനൊരു ബിസിനസ് ട്രിപ്പിലായിരിക്കെ വളരെ യാദൃച്ഛികമായി ഹോട്ടലിൽ വെച്ച് സക്കൂറയെ കണ്ടു. അവളിപ്പോൾ ഏറെ റെസ്പെക്റ്റഡ് ആയ, കോൺഫിഡന്റ് ആയ ഒരു ടൂർ ഗൈഡായി ജോലി നോക്കുകയാണ്. ട്രാൻസ്ലേറ്ററായി ജോലി നോക്കുകയാണ്. ഇരുവരും കണ്ടു. വല്ലാത്തൊരു ഇളം ചൂട് ഇരുവർക്കും ഹൃദയത്തിൽ അനുഭവപ്പെട്ടു. ഇരുവരും ഒന്നിച്ചിരുന്ന് സംസാരിക്കാൻ ആരംഭിച്ചു. താൻ അച്ഛന്റെ കമ്പനികൾ നോക്കി നടത്തുകയാണ് എന്ന് യങ് പറഞ്ഞപ്പോ താനിപ്പോ ജപ്പാനിലും കൊറിയയിലുമായി ടൂർ ഗൈഡായി ജോലി നോക്കുകയാണെന്നും പലപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടേക്കും വിമാനത്തിൽ സഞ്ചരിക്കലാണെന്നും അവൾ വ്യക്തമാക്കി. കെയെപ്പറ്റി ചോദിച്ചപ്പോ അവൾ പറഞ്ഞു, അവൻ എന്റെ കൂടെ തന്നെയുണ്ട്. സക്കാഗുച്ചി വന്നെങ്കിലും അവൻ അദ്ദേഹത്തെ സ്വീകരിച്ചില്ല. ഞാനും ഞങ്ങളിപ്പോഴും അവിടെ മുത്തശ്ശിക്കൊപ്പം ജീവിക്കുന്നു. ആ മറുപടി എങ്ങനെ അത്രമേൽ സന്തോഷിപ്പിച്ചിരുന്നു. സക്കൂറയുടെ കണ്ണുകളും പലതും വിളിച്ചു പറയുന്നുണ്ടായിരുന്നു. കുറച്ചു കഴിഞ്ഞ് സക്കൂറ എഴുന്നേറ്റപ്പോ യാദൃച്ഛികമെന്ന വണ്ണം അവളുടെ കയ്യിലുണ്ടായിരുന്ന ബുക്കിൽ നിന്നും പഴയ റാബിറ്റ് സ്റ്റിക്കർ താഴേക്കു വീണു. ഒരിക്കൽ യങ് അവൾക്ക് കൊടുത്ത റാബിറ്റ് സ്റ്റിക്കറായിരുന്നു അത്. ഒരു നിമിഷം ഇരുവരും ഒന്ന് സ്റ്റക്കായി. പഴയകാല ഓർമ്മകൾ അവരിലേക്ക് ഓടിയെത്തി. പഴയ ചിരി നിമിഷങ്ങൾ, പാഠഭാഗങ്ങൾ, ഒരിക്കലും പിരിയില്ലെന്ന് കരുതി അവർക്കിടയിൽ രൂപപ്പെട്ട ആ ബന്ധനങ്ങൾ. ഇരുവരും പരസ്പരം നോക്കി പുഞ്ചിരിച്ചു. അവർ ഒന്നാകുമായിരിക്കും എന്ന സൂചനയോടെ ചലച്ചിത്രം അവസാനിക്കുന്നു. രസകരമായ ചലച്ചിത്രം നിങ്ങൾക്കിഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബൈ.